Hi all, welcome to another lecture of Engineering Mechanics. നമ്മൾ ഇതിനകത്ത് സെക്കൻഡ് മോഡ്യൂളിനെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സെക്കൻഡ് മോഡ്യൂളിലെ ഒരു സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, ഫ്രിക്ഷൻ. സോ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് ഫ്രിക്ഷൻ? സോ സിംപ്ലിറ്റി ഡെഫിനിഷൻ ഞാൻ ആദ്യം പറയാം. Whenever a body moves or tends to move over another body, a force opposite to the direction in which the body moves or tends to move is developed at the contact surface. അതായത് ഒരു ബോഡി, നമ്മളൊരു ബോഡീനെ ഒരു സർഫേസിൽ വെച്ചിട്ട് മൂവ് ചെയ്യിക്കുന്നു. അപ്പോൾ ആ മൂവ്മെൻറ്റിൻ്റെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സർഫേസുകൾ തമ്മിൽ, അതായത് ബോഡിയുടെ സർഫേസും എന്താ പറയുക നിലത്തിൻ്റെ സർഫേസുമായിട്ടുള്ള തമ്മിലുള്ള ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് മൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ നോക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും ഉണ്ടാവുക. അതായത് സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പേഴ്സൺ ഈ ഒരു ഒബ്ജക്റ്റിനെ ഈ ഒരു സർഫേസിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഇതാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ. സോ സർഫേസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഡയറക്ഷനാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഈ സർഫേസിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ, സോ ദിസ് ഫോഴ്സ് ഈസ് നോൺ ആസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓർ സിംപ്ലി ഫ്രിക്ഷൻ. ആൻഡ് ദ മെയിൻ കോസ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ദ സർഫേസ് റഫ്നെസ്. സർഫേസുകൾ തമ്മിലുള്ള റഫ്നെസ് അല്ലെങ്കിൽ സർഫേസ് റഫ്നെസ് ആണ് ഫ്രിക്ഷൻ ഉണ്ടാവാനുള്ള മെയിൻ കാരണം. ഓക്കെ, സോ ഫ്രിക്ഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഡെയിലി എല്ലാ സിറ്റുവേഷനിലും ഫ്രിക്ഷൻ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫ്രിക്ഷനെ പറ്റിയുള്ള സ്റ്റഡി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കാം. When the applied force increases, the frictional force also increases. അതായത് ഒരു ബോഡി കൺസിഡർ ചെയ്യുക, നമ്മൾ അതിനകത്തൊരു ഫോഴ്സ് കൊടുക്കുന്നു. ഈ ഫോഴ്സ് കൊടുത്ത പാടിന് ഈ ബോഡി മൂവ് ചെയ്യണമെന്നില്ല. എന്ത് സംഭവിക്കും? നമ്മൾ ഫോഴ്സ് പിന്നെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പം ഈ ബോഡി മൂവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു പോയിന്റിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മാക്സിമം ആവുക. ഇവിടെ നോക്കിയാൽ മതി. അതായത് there is a limit beyond which the frictional force cannot be increased. അതായത് നമ്മൾ ഈ ഒരു ബോഡി വെക്കുന്നു, നമ്മൾ ബോഡിനകത്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, കുറേ സമയത്തേക്ക് അത് മൂവ് ചെയ്യുന്നില്ല. പെട്ടെന്നൊരു പോയിന്റിലെത്തുമ്പോൾ അത് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, സോ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് അതേ ഡയറക്ഷൻ തന്നെ, അതായത് നമ്മളിപ്പം എഫ് എന്നുള്ളൊരു ഫോഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ അതേ ഡയറക്ഷൻ അതേ മാഗ്നിറ്റ്യൂഡിലൊരു ഫോഴ്സ് അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സും കൂടും. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സും കൂടും. അത് ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് അനുസരിച്ച് തന്നെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടും. അതിങ്ങനെ കൂടി ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് എത്തുമ്പോൾ ഈ എന്താ പറയുക ഫ്രിക്ഷണൽ ഫോഴ്സ് പിന്നെ ഇൻക്രീസ് ചെയ്യില്ല. സോ ആ ഒരു മാക്സിമം എന്താ പറയുക വാല്യൂ ഓഫ് ഫ്രിക്ഷൻ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കും, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഈ കൊടുക്കുന്ന ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഫോഴ്സ് ഉണ്ടാവില്ല. സോ അന്നേരം ആ ഒരു ഫോഴ്സ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ബോഡി മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, ദ മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, വിച്ച് ഇസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് വെൻ ദ മോഷൻ ഈസ് അബൌട്ട് ടു സ്റ്റാർട്ട്. അതായത് നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ബോഡി മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പൊസിഷനിൽ, ആ ഒരു കണ്ടീഷനിലുള്ള മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന്. അതായത് ബോഡി മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജസ്റ്റ് അബൌട്ട് ടു സ്റ്റാർട്ട് മൂവിങ് ആ ഒരു പോയിന്റിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, when the applied force is more than the limiting friction, the body moves in the direction of applied force. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാൾ അല്ലെങ്കിൽ ലിമിറ്റഡ് ഫ്രിക്ഷനേക്കാൾ കൂടുതലാണ് നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് എങ്കിൽ ഈ ഫ്രിക്ഷനെ ഓവർകം ചെയ്തിട്ട് ആ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മുടെ സർഫേസിൻ്റെ ഫ്രിക്ഷനെ ഓവർകം ചെയ്തിട്ട് ആ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. സോ അതാണ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർഫേസിൽ ഉണ്ടാകുന്ന മാക്സിമം വാല്യൂ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്.
സോ അതിനേക്കാൾ കൂടുതൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആ ബോഡിയിൽ അല്ലെങ്കിൽ ആ സർഫേസിൽ ഉണ്ടാവില്ല. ഓക്കെ, സോ എന്താണെന്ന് മനസ്സിലായി തോന്നുന്നു. നെക്സ്റ്റ്, വെൻ ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് ലെസ് ദാൻ ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ദ ബോഡി റിമൈൻസ് അറ്റ് റെസ്റ്റ്. അതായത് ഈ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവാണെങ്കിൽ ബോഡി എന്ന് പറയുന്നത് ആ റെസ്റ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം അത് എന്താ പറയുക, ആ ഫോഴ്സ് പിന്നെയും ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സും കൂടി വരും. അതായത് അപ്ലൈഡ് ഫോഴ്സിന് ഈക്വൽ തന്നെയായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്. പക്ഷേ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അതിന് ശേഷം പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടില്ല. സോ അതിന് താഴെയാണ് നമ്മുടെ ലിമിറ്റിംഗ് ഫ്രിക്ഷനൊക്കെ താഴെയാണ് നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ് എങ്കിൽ ആ ബോഡി മൂവ് ചെയ്യില്ല, അവിടെ നിലനിൽക്കും. സോ കോഎഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ. The magnitude of limiting friction is at a constant ratio to the normal reaction between the surface in contact. The limiting friction is proportional to the normal reaction at the contact surface. This constant is constant of proportionality is called coefficient of friction. അതായത് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ബോഡി സർഫേസിൽ ഇങ്ങനെ നിൽക്കുന്നു. ഓക്കെ, ഇതിനൊരു വെയിറ്റ് ഉണ്ടാവും അല്ലേ, W എന്നുള്ളതാണ് അതിൻ്റെ വെയിറ്റ് എന്ന് വിചാരിക്കുക. സോ ഈ ബോഡി ഈ ഒരു സർഫേസിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഈ സർഫേസിൽ നിന്ന് ആ ബോഡിയിലേക്ക് ഉണ്ടാവില്ലേ. ഓക്കെ, അതിനാണ് നമ്മൾ RN എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് റിയാക്ഷൻ RN എന്ന് പറയുന്നത്, ഇതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഒരു ഫോഴ്സ് F ഇവിടെ അപ്ലൈ ചെയ്യുന്നു വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ഇത് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സർഫേസിലൊരു ഫ്രിക്ഷൻ ഉണ്ടാവില്ലേ. ഈ ഫ്രിക്ഷൻ്റെ എന്താ പറയുക മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് is a constant ratio to the normal reaction between the surfaces in contact. അതായത് ഈ FT എന്ന് പറയുന്നത് F എന്ന് പറയുന്നത് ഈസ് ഇൻ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് വിത്ത് RN ആയിരിക്കും. സോ ഇതിവിടെ ഒരു ഫോഴ്സ് F കൊടുക്കുമ്പോൾ അതിന് ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സർഫേസിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. സോ കൺസിഡർ ചെയ്യാം, ഇതിനകത്ത് W ഉണ്ട്, നോർമൽ റിയാക്ഷൻ RN ഉണ്ട്. സോ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ Fmax ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ RN. ഓക്കെ, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ RN എന്ന് പറയാൻ പറ്റും. ഓർ Fmax proportional to Rn, or Fmax is equal to mu into Rn. അതായത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൂടെ നമ്മൾ വന്നിട്ട് Fmax is equal to mu into Rn എന്ന് വരും. or mu is equal to Fmax by Rn, where mu is the coefficient of friction at the contact surface. Okay, അതായത് frictional force developed at the surface of contact is proportional to normal reaction. or Fmax is proportional to Rn. Frictional force is proportional to normal reaction, and frictional force is equal to mu into Rn, and where mu is the proportionality constant, and it is known as the coefficient of friction at the contact surface. Okay, so next, when the body is at rest, the coefficient of friction is known as static friction, and it is represented as μs. എന്നാണ് represent ചെയ്യുക. അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വെൻ ദ ബോഡി ഈസ് ഇൻ മോഷൻ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡികൾ തമ്മിലുള്ള അല്ലെങ്കിൽ സർഫേസുകൾ തമ്മിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനെയാണ് ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതിന് റെപ്രസെൻറ്റ് ചെയ്യുക μd എന്നാണ്. ഓർ കൈനറ്റിക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയും, കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. ആൻഡ് ദ വാല്യൂ ഓഫ് μk ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ μs, ബട്ട് മോസ്റ്റ് ഓഫ് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ μk ഈസ് ടേക്കൺ ആസ് μs. അതായത് കോഎഫിഷ്യന്റ് ഓഫ് കൈനമാറ്റിക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ലെസ് ദാൻ സ്റ്റാറ്റിക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് എഞ്ചിനീയറിംഗ് ഇതിനകത്ത് തന്നെ μk എന്ന് പറയുന്നത് μs ആയിട്ടാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ μk ഈക്വൽ ടു μs ഇസ് ഈക്വൽ ടു μ. അതായത് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും നമ്മൾ സെയിം ആയിട്ട് തന്നെ ചില ആപ്ലിക്കേഷൻ എടുക്കാറുണ്ട്. ഓക്കെ, വലിയൊരു ഡിഫറൻസ് അതിനകത്ത് വരുന്നില്ല. നെക്സ്റ്റ്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഇതറിയാം, ആംഗിൾ മെയ്ഡ് ബൈ ദ റിസൾട്ടന്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ with the normal reaction is called angle of friction. So let us consider a body resting on a rough horizontal surface. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെയിറ്റ് W എന്നുള്ളതാണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ F എന്നുള്ളതാണ് നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഒരു നോർമൽ റിയാക്ഷൻ അവിടെ ഉണ്ടാവും അല്ലേ, അതിനാണ് RN എന്ന് പറയുന്നത്. അതായത് ഈ ബോഡിയുടെ
വെയിറ്റിന് ഒപ്പോസ് ചെയ്യുന്ന സർഫേസിലുള്ളൊരു ഫോഴ്സാണ്, അല്ലെങ്കിൽ അതിന് പെർപെൻഡിക്കുലറായിട്ട് സർഫേസിലുണ്ടാകുന്നൊരു റിയാക്ഷനാണ് നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിന് Rn എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ അതുപോലെ തന്നെ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സർഫേസിൽ, ഈ രണ്ടും തമ്മിലെ കോണ്ടാക്ട് സർഫേസിൽ ഒരു ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യും അല്ലേ. സോ അതിനാണ് നമ്മൾ എഫ് മാക്സ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിചാരിക്കുക. അതായത് എഫ് മാക്സ് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. സോ ഈ Rnൻ്റെയും എഫ് മാക്സിൻ്റെയും അല്ലെങ്കിൽ എന്താ പറയുക നോർമൽ റിയാക്ഷൻ ഫോഴ്സിൻ്റെയും ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെയും എന്താ പറയുക റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം നമുക്ക്. സോ അതാണ് R എന്ന് വിചാരിക്കാം. അതായത് R എന്ന് പറയുന്നത് ഈസ് ദ റിസൾട്ടൻ്റ് ഓഫ് Rn ആൻഡ് എഫ് മാക്സ്. ഓക്കെ, സോ ഈ ഈ റിസൾട്ടൻ്റ് Rഉം Rnമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ആണ് നമ്മൾ ഫൈ എന്നെടുക്കുന്നത്. ആൻഡ് ദിസ് ആംഗിൾ ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അതായത് ഈ ആംഗിൾ മെയ്ഡ് ബൈ ദ റിസൾട്ടൻ്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ with the normal reaction is called angle of friction. So this phi is known as the angle of friction. Okay, next നമുക്ക് ഇതിനകത്ത് നോക്കാം. angle of friction അകത്ത് this is F max and this is Rn, and we know that F max is equal to mu into Rn, or F max is equal to a proportionality constant mu, അതായത് coefficient of friction multiplied by normal reaction. and നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? tan phi is equal to opposite side by adjacent side, അതായത് എഫ് മാക്സ് ബൈ Rn എന്ന് കിട്ടും. എഫ് മാക്സ് അല്ലെങ്കിൽ എഫ് മാക്സ് ബൈ Rn എന്ന് കിട്ടും ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇതെന്ന് പറഞ്ഞാൽ എഫ് മാക്സ് ആണ്, ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ Rn ആണ്. സോ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എഫ് മാക്സ് ബൈ Rn എന്ന് കിട്ടും tan phi, ദാറ്റ് ഈസ് ഈക്വൽ ടു mu Rn ബൈ Rn, or which is equal to mu. and tan phi is equal to coefficient of friction, or angle of friction phi is equal to tan inverse of mu. അതായത് mu നമുക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഓഫ് സർഫേസ് നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എഫ് മാക്സിൻ്റെയും Rnൻ്റെയും റിസൾട്ടൻ്റ് നോർമൽ റിയാക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയാണ് tan phi is equal to mu ആണ്, അല്ലെങ്കിൽ phi is equal to tan inverse mu ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആംഗിൾ ഓഫ് റീപോസ്. അതായത് ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു സർഫേസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിനകത്തൊരു ചെറിയൊരു ബോഡി വെക്കുന്നു. അതിൻ്റെ ഇൻക്ലിനേഷൻ കൂട്ടി ഒരു പെർട്ടിക്കുലർ ആംഗിളിലെത്തുമ്പോൾ ഈ ബോഡി താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അതായത് ഈ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫേസിൻ്റെ അകത്തൊരു ബോഡി വെക്കുന്നു, അതിൻ്റെ ഇൻക്ലിനേഷൻ കൂട്ടി ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ ആ ബോഡി താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ കൂട്ടി ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ ആ ബോഡി താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. സോ ആ ഒരു ഇൻക്ലിനേഷനെയാണ് പറയുന്നത് ആംഗിൾ ഓഫ് റീപോസ് എന്ന്. സോ ലെറ്റ് us consider a small body which is resting on an inclined plane. ഇതിൻ്റെ വെയിറ്റ് ആണ് W എന്ന് പറയുന്നത്. സോ W എന്ന് പറയുന്നത് ഈ ബോഡിയുടെ സെൻട്രൽ കൂടിയാണ് പാസ് ചെയ്യുക. അത് മാത്രമല്ല W എന്ന് പറയുന്നത് വേർട്ടിക്കലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. പിന്നെ ഡബ്ല്യുവിൻ്റെ രണ്ട് കോമ്പണൻസ് ആണ് W കോസ് ആൽഫയും W സൈൻ ആൽഫയും. കാരണം ഈ ആംഗിൾ എന്ന് പറയുന്നത് ആൽഫ ആയിരിക്കും. അതായത് ഈ പ്ലെയിൻ അറ്റ് വിച്ച് ദിസ് ബോഡി ഈസ് റെസ്റ്റിംഗ് മേക്സ് ആൻ ആംഗിൾ ആൽഫ വിത്ത് ഹൊറിസോണ്ടൽ. സോ ഇത് ഹൊറിസോണ്ടലായിട്ട് ആൽഫ ആംഗിളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വേർട്ടിക്കലായിട്ടും അതേ ആംഗിൾ ആൽഫ ആംഗിൾ തന്നെയായിരിക്കും ഉണ്ടാക്കുക. അത് അല്ലെങ്കിൽ ഡബ്ല്യുവിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡബ്ല്യുവിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് W കോസ് ആൽഫ ആയിരിക്കും. അതുപോലെ തന്നെ ഡബ്ല്യുവിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് W സൈൻ ആൽഫ ആയിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ ഇതിവിടെ ബോഡിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു റിയാക്ഷൻ ഉണ്ടാവും, നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. സോ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ സർഫേസിന് നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയിരിക്കും, റിയാക്ഷൻ ഫോഴ്സ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് നോർമൽ റിയാക്ഷൻ ആൻഡ് ഇസ് റെപ്രസെൻറ്റഡ് ആസ് Rn. പിന്നെ ഇത് ഇവിടെ തന്നെ നിൽക്കാൻ കാരണം എന്താണ്? ഈ സർഫേസുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫ്രിക്ഷനാണ്. സോ സർഫേസുമായിട്ട് ഉണ്ടാക്കുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അപ്വേർഡ്സ് ആയിരിക്കും. കാരണം റെസിസ്റ്റിംഗ് ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് അപ്വേർഡ്സ് ആയിരിക്കും. ഇങ്ങനെ ഒരു ഇൻക്ലൈൻ സർഫേസിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അത് താഴേക്ക് മൂവ് ചെയ്യാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ അതിന് ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മേലേക്കായിരിക്കും. സോ ഈ സർഫേസിലാണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് ആയിരിക്കും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് mu Rn ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു mu into Rn. ഓക്കെ, സോ
ഇത്രയും ഫോഴ്സുകളാണ് അവിടെ ഉണ്ടാകുന്നത്. അതായത് W എന്നൊരു ഫോഴ്സ് ഉണ്ടാവും, പിന്നെ നോർമൽ റിയാക്ഷൻ, ഒരു സർഫേസിൽ നോർമൽ റിയാക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് μRn ഉണ്ടാവും. ഓക്കെ, പിന്നെ അതിൻ്റെ കോമ്പണൻസ് ആണ് W cos ആൽഫയും W sin ആൽഫയും. ഇത്രയും ഫോഴ്സുകളാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. വെൻ ദ മോഷൻ ഇംപെൻസ്, ദാറ്റ് മീൻസ് നമ്മൾ ഈ ബോഡി എന്ന് പറയുന്നത് താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് പറയാം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് μ×Rn ആണെന്ന്. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ ടു Rn, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് F ഈക്വൽ ടു μ×Rn പറയാം നമുക്ക്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഫോഴ്സുകൾ ഏതൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു. നമുക്ക് റിസോൾവ് ദ ഫോഴ്സസ് എലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അതായത് നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള ഇവിടെ റിസോൾവ് ചെയ്യുന്നത് ഈ ഒരു പ്ലെയിനിന് പാരലായിട്ടും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടും. ഓക്കെ, കാരണം നമുക്ക് ഈ പ്ലെയിൻ വെച്ചിട്ട് മാത്രം റിസോൾവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതുകൊണ്ട് തന്നെ റിസോൾവിങ് ദ ഫോഴ്സസ് എലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ, അല്ലെങ്കിൽ പാരലൽ ടു ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇൻക്ലൈൻഡ് പ്ലെയിനിന് പാരലായിട്ടുള്ള ഫോഴ്സുകൾ ഒക്കെ ആഡ് ചെയ്യാം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നില്ല, ഈ പർട്ടിക്കുലർ പൊസിഷനിൽ നിൽക്കുകയാണ്. ഈ എല്ലാ ഫോഴ്സുകളും ഇതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ബോഡി എന്ന് പറയുന്നത് മൂവ് ചെയ്യാണ്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ W sin θ വിച്ച് ഇസ് ഈക്വൽ ടു μRn ആയിരിക്കില്ലേ? കാരണം ഈ ഇതിന് പാരലായിട്ടുള്ള ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഫോഴ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് W sin ആൽഫ എന്ന് പറയുന്നത് ഈ ഒരു നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലും അല്ലെങ്കിൽ താഴേക്കും, μRn എന്ന് പറയുന്നത് മേലേക്കുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്ത് എന്ത് കിട്ടും? μRn മൈനസ് W sin ആൽഫ ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ μRn ഈസ് ഈക്വൽ ടു W sin ആൽഫ എന്ന് കിട്ടും. അതുപോലെ വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് റിസോൾവ് ചെയ്യാം. പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ഈ ഡബ്ല്യുവിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് എന്ത് വരും? W cos ആൽഫ എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ W cos ആൽഫയാണ്. Rn ആണ് മേലേക്കുള്ള റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അത് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ടാണ് ആക്ട് ചെയ്യുക. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് Rn എന്ന് പറയുന്നത്. Rn മൈനസ് W cos ആൽഫ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഓർ Rn ഈസ് ഈക്വൽ ടു W cos ആൽഫ. അതാണ് ഇവിടെ ആയിട്ടുള്ള Rn ഈസ് ഈക്വൽ ടു W cos ആൽഫ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്കറിയാം μRn ഈസ് ഈക്വൽ ടു W sin ആൽഫയാണ് നേരത്തെ കണ്ടുപിടിച്ചത്. μRn ഈസ് ഈക്വൽ ടു W sin ആൽഫ. അതിനകത്ത് Rൻ്റെ വാല്യൂ W cos ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. μ×W cos ആൽഫ ഈസ് ഈക്വൽ ടു W sin ആൽഫ. അല്ലെങ്കിൽ ഇതിപ്പുറത്ത് എടുക്കുമ്പോൾ പറ്റും sin ആൽഫ ബൈ cos ആൽഫ എന്ന് പറയുന്നത് tan ആൽഫ വരും. W ക്യാൻസൽ ആയി പോകും. tan ആൽഫ ഈസ് ഈക്വൽ ടു μ ഈസ് ഈക്വൽ ടു tan ഫൈ എന്ന് കിട്ടും. ഓർ ആൽഫ ഈസ് ഈക്വൽ ടു ഫൈ എന്ന് എഴുതാൻ പറ്റും. tan ആൽഫ ഈസ് ഈക്വൽ ടു tan ഫൈ ആണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു ഫൈ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആകുമ്പോഴാണ് ഈ ബോഡി താഴേക്ക് മൂവ് ചെയ്യുന്നത്. ഓർ വി ക്യാൻ സേ ദാറ്റ് ദ ബോഡി വിൽ മൂവ് ഡൗൺവേർഡ്സ് when angle of friction is equal to angle of repose, or sorry, the angle of repose will be equal to angle of friction. അതായത് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ആകുമ്പോൾ നമുക്ക് ഈ ബോഡി താഴേക്ക് വരും എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതാണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാം കോൺ ഓഫ് ഫ്രിക്ഷൻ. അതായത് ഞാൻ ഒരു ബോഡീനെ ഹൊറിസോണ്ടൽ സർഫേസിൽ വെച്ചിരിക്കുന്നു. അതിൻ്റെ വെയിറ്റ് ആണ് W എന്ന് പറയുന്നത്. ആക്ടിങ് ഡൗൺവേർഡ്സ് ആണ്. ഒരു ഫോഴ്സ് P കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ബോഡി എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഈ സർഫേസിൽ μRn എന്നുള്ളൊരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇത് ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെങ്കിൽ ഈ ഫൈ എന്ന് പറയുന്നത് എന്തായിരിക്കും പറയുക? അതാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതായത് നോർമൽ റിയാക്ഷനും റിസൾട്ടൻ്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാറ്റി ഈ ഡയറക്ഷനിലേക്കാക്കി. അപ്പോൾ എന്ത് പറ്റും? ബോഡി എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയിലാണ് ഉണ്ടാവുക. മൂവ് ചെയ്യണമെന്നില്ല. മൂവ് ചെയ്യാത്ത ബോഡിയിലും അല്ലെങ്കിൽ ഒരു സർഫേസിലൂടെ മൂവ് ചെയ്യുന്നില്ലെങ്കിലും അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ദ മോഷൻ, അല്ലെങ്കിൽ മോഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇവിടെ ഇങ്ങോട്ട് വരുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ സർഫേസിലാണ് എപ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും സർഫേസിലാണ് ആക്ട് ചെയ്യുക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു μRn ആണ്. നമുക്ക് എന്ത് പറ്റി? എഫ് ഇങ്ങോട്ട് കിട്ടി, Rn എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടി.
സോ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടി, ഇവിടെ ഒരു വാല്യൂ ആയിട്ട് കിട്ടി. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പുറത്തോട്ട് മാറി അല്ലേ. ഇനി നമുക്ക് ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇവിടെ എവിടെയെങ്കിലും ഈ സൈഡിൽ ഇതിൻ്റെ ചുറ്റുമായിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ എന്ന് പറയുന്നത് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും അല്ലേ, ഇതിന് ചുറ്റിക്കൊണ്ടിരിക്കും. മനസ്സിലായല്ലോ. അതായത് ഇവിടെ വെച്ചപ്പോൾ ഇതിവിടെ വന്നു, ഈ സൈഡിൽ ആക്ട് ചെയ്തപ്പോൾ ഇത് ഇപ്പുറത്തോട്ട് വന്നു, ഇനി ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് വേറൊരു ഇതിലേക്ക് വരും. അതായത് നമ്മളിതിൻ്റെ ചുറ്റും ഇങ്ങനെ ഏതെങ്കിലും ഒരു ബോഡിയിൽ ഇങ്ങനെ ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ സംഭവം മാറിയിട്ട് ഒരു കോണ് പോലെ ഇത് ഡെവലപ്പ് ചെയ്യും. മനസ്സിലായല്ലോ. സോ when the direction of the external force is gradually changed through 360 degree, അതായത് ഇവിടെ നിന്ന് ആദ്യം ഇവിടെ ഈ സൈഡിൽ നിന്ന് ആക്ട് ചെയ്തു, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആക്ട് ചെയ്തു, പിന്നെ പിന്നിലത്തെ ആ ഭാഗത്ത് നിന്ന് ആക്ട് ചെയ്യുന്നു, പിന്നെ ഇവിടെ നിന്ന് ആക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ 360 ഡിഗ്രിയിൽ ഇങ്ങനെ പി എന്നുള്ള സംഭവം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ റിസൾട്ടൻറ്റും അതുപോലെ ഇങ്ങനെ ഒരു കോണിൻ്റെ സർഫേസിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. ഓക്കെ, അല്ലെങ്കിൽ കോണിൻ്റെ ഷേപ്പിൽ റിസൾട്ടൻറ്റ് മൂവ് ചെയ്യും. ഓക്കെ, when the direction of the external force is gradually changed through 360 degree, the resultant R generates a right circular cone with the semi-cone angle equal to phi. Semi-cone angle phi എന്നുള്ള semi-cone angle വെച്ചിട്ട് ഒരു കോൺ ഉണ്ടാക്കും. അതിനെയാണ് കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് when the direction of the external force is gradually changed through 360 degree, the resultant R generates a right circular cone with the semi-cone angle equal to phi. So that is cone of friction, and this cone is known as cone of friction or friction cone. Next one is sliding friction ആണ്. So it is the friction experienced by a body when it slides over another body. When unlubricated അല്ലെങ്കിൽ dry surface of two bodies in contact slides or tends to slide, the resulting friction is called dry friction. It is also known as Coulomb friction. നെക്സ്റ്റ് വൺ സ്ലൈഡിങ് ഫ്രിക്ഷനെ പറ്റി പറയുമ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് അതായത് ഒരു ബോഡീനകത്ത് നമ്മളൊരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് ഈ ബോഡിയിൽ ഒരു വെയിറ്റ് ഉണ്ട് W, നമ്മളൊരു ഫോഴ്സ് P ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോണ്ടാക്ട് സർഫേസിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അത് നമ്മൾ F ആണെന്ന് വിചാരിക്കാം. ദെൻ വെൻ ദ അപ്ലൈഡ് ഫോഴ്സ് P ഈസ് 0, അപ്ലൈഡ് ഫോഴ്സ് P 0 ആണെങ്കിൽ എന്ത് പറ്റും? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവില്ല. കാരണം അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഫ്രിക്ഷണൽ ഉണ്ടാവുള്ളൂ. അത് പിന്നെ ഇത് കൂടി വരുമ്പോൾ, അതായത് നമ്മളിപ്പം ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 0യിൽ നിന്ന് ഒരു ചെറിയൊരു വാല്യൂ കൊടുത്തു, പിന്നെ അത് കുറച്ചും കൂടെ കൂട്ടി, അപ്പോൾ എന്ത് പറ്റും? P കൂടി വരും. സോ P കൂടുന്നതിനനുസരിച്ചിട്ട് തന്നെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സും അതിനനുസരിച്ച് പ്രൊപ്പോർഷണലായിട്ട് കൂടി വരും. ഓക്കെ, സോ കൂടി വന്നിട്ട് ഒരു പെർട്ടിക്കുലർ മാക്സിമം വാല്യൂ എത്തും. ദസ് ഫ്രം 0 to a particular value of P, the body remains at rest and hence the equilibrium of the body is F equal to P. അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തുന്നവരെ, അതായത് ഒരു P എന്നുള്ള വാല്യൂവിന്, P എന്നുള്ളൊരു ഫോഴ്സിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തുന്നവരെ F എന്ന് പറയുന്നത് കൂടി വരും. ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്ന എന്താ പറയുക, പിന്നെ ഒരു നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രൊപ്പോർഷണലായിട്ട് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് വാല്യൂ കൂടില്ല. ഓക്കെ, ആൻഡ് അറ്റ് ദിസ് വാല്യൂ ഓഫ് P ദ ബോഡി ഈസ് അറ്റ് ദ വേർജ് ഓഫ് മോഷൻ. അതായത് ഈ ഒരു മാക്സിമം വാല്യൂ എത്തിക്കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ ഇതുവരെയുള്ളതിനാണ് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോഡി റെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതിന് ശേഷം, അതായത് ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതലുള്ള ഫ്രിക്ഷനാണ് ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നെങ്കിൽ ബോഡി ഈസ് ഇൻ മോഷൻ. ഫ്രിക്ഷൻ വെൻ ദ ബോഡി ഈസ് ഇൻ മോഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു എന്താ പറയുക, ഫോഴ്സിനേക്കാൾ കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ചെറിയൊരു ഡൗൺ ഉണ്ടാവുകയും പിന്നെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് പോവുകയും ചെയ്യുന്നു. ഓക്കെ, സോ ബോഡി റെസ്റ്റിലാവുമ്പോൾ when the body is at rest, frictional force is equal to P less than F max. അതായത് മാക്സിമം ഫോഴ്സിനേക്കാൾ കുറവായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. അത് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും F എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് വരെ. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാൾ താഴെയായിരിക്കണം എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ,
when the body is in the limiting equilibrium at a verge of motion. എഫ് എന്ന് പറയുന്നത് എഫ് മാക്സ് എത്തിക്കഴിഞ്ഞാൽ, അതായത് ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ ഒരു ഇക്വിലിബ്രിയത്തിൽ നിന്ന് ബ്രേക്ക് ആവാൻ അല്ലെങ്കിൽ ആ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ആ ബോഡി മോഷനിലായി കഴിഞ്ഞാൽ എന്ത് പറ്റും, പി എന്ന് പറയുന്നത് എഫ് മാക്സിനേക്കാൾ കൂടുതലായിരിക്കും. അതായത് ഫ്രിക്ഷണൽ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാൾ കൂടുതൽ ഫോഴ്സ് നമ്മളിവിടെ കൊടുക്കുമ്പോഴാണ് ബോഡി മൂവ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. സോ ഇതാണ് ഫ്രിക്ഷൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്ലൈഡിങ് ഫ്രിക്ഷൻ്റെ സാധാരണ ഫ്രിക്ഷൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു കുറച്ച് തിയറീസ് നോക്കാം. മെയിനായിട്ടുള്ള ഒരു 4 തിയറി ഞാൻ ഇതിനകത്ത് പറയാം. ഓക്കെ, സോ കൂളോംബ് എന്നുള്ളൊരു ആളാണ് ഇത് 1781 ഇത് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, they are known as Coulomb's law of friction, and they are: the maximum friction that can be developed is independent of the area of contact. രണ്ട് സർഫേസുകൾ തമ്മിൽ കോണ്ടാക്റ്റിലാണെങ്കിൽ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏരിയ എത്ര ആയാലും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഈ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ അറ്റ് ലോ വെലോസിറ്റി ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി ഓഫ് ദ കോണ്ടാക്ട് സർഫേസ്. അത് വെലോസിറ്റി, അതായത് സ്ലൈഡ് ചെയ്യുന്ന വെലോസിറ്റി കുറവാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സെക്കൻഡ്. തേർഡ് എന്ന് പറയുന്നത് മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ എൻ അല്ലെങ്കിൽ എഫ് മാക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ എൻ എന്ന് പറഞ്ഞു. ഓക്കെ, ദ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ അറ്റ് ദ കോണ്ടാക്ട് സർഫേസ്. ഓക്കെ, അതുപോലെ തന്നെ വേറെ കുറച്ച് ലോസ് ഉണ്ട്. എന്താ പറയുന്നത്, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓൾവേസ് ആക്ട് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ബോഡി മൂവ്സ് ഓർ ടെൻഡ്സ് ടു മൂവ്. നമ്മളൊരു ബോഡി മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ ഉള്ള ഒരു ടെൻഡൻസി കാണിക്കുകയോ ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ടിൽ ദ ലിമിറ്റിംഗ് വാല്യൂസ് റീച്ച്ഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ്. അത് നേരത്തെ പറഞ്ഞു എഫ് ഈസ് ഈക്വൽ ടു പി എന്ന്. അത് ലിമിറ്റിംഗ് വാല്യൂ എത്തുന്നവരെ എഫ് ഈസ് ഈക്വൽ ടു പി ആയിരിക്കും. ഓക്കെ, വിച്ച് ഈക്വൽ ടു ദ എക്സ്റ്റേണൽ ഫോഴ്സ് വിച്ച് ടെൻസ് ടു മൂവ് ദ ബോഡി. ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും എന്താ പറയുക ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താ പറയുക, ഈ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂ ഫ്രിക്ഷൻ റീച്ച് ചെയ്യുന്ന വരെ. ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ റഫ്നെസ് ഓഫ് ദ സർഫേസ് ഇൻ കോണ്ടാക്ട്. സർഫേസിൻ്റെ റഫ്നെസ്സിന് ഈ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ when two perfectly smooth surface are in contact the frictional force is 0. സ്മൂത്ത് സർഫേസ് ആണെങ്കിൽ അത്തരം സർഫേസുകളിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ദീസ് ആർ ദ മെയിൻ ലോസ് ഓഫ് ഫ്രിക്ഷൻ. സോ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഫ്രിക്ഷനെ പറ്റിയായിരുന്നു. ഫ്രിക്ഷനെ പറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്നും കൂടെ നോക്കുക. ഇതിനകത്ത് പറഞ്ഞതൊക്കെ ഒരു നോട്ടിൽ എഴുതിയിട്ട് ഒന്ന് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടെ നോക്കാം.